സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഗ്നിക്കാവടി, തീച്ചാമുണ്ടി, തെയ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ളൊരു ആചാര രീതിയാണ് ഈ അഗ്നിവല പൂജ. മനസ്സിനും ശരീരത്തിനും നല്ല ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ പൂജ നിർദ്ദേശിക്കാറുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി കുടുംബത്തോട് ആലോചിച്ചിട്ട് വന്നാൽ മതി. ശരി തിരുമേനി. തിരുമേനി, തിരുമേനി ഇപ്പൊ പറഞ്ഞില്ലേ ആ അഗ്നിവലയ പൂജ? അതെ, എനിക്ക് ആ പൂജ ചെയ്യണം. ഞാൻ അയാളോട് പറഞ്ഞത് മുഴുവൻ കേട്ടായിരുന്നോ? കേട്ടു. എനിക്ക് ആ പൂജ ചെയ്തേ തീരൂ. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരമ്മയുടെ ആഗ്രഹം തിരുമേനി എതിര് പറയരുത്. അതികഠിനമായ ഒരു പൂജയാണ് അഗ്നിവലയ പൂജ. നിങ്ങൾ കരുതും പോലെ അത്ര എളുപ്പമല്ല അത്. നിങ്ങളുടെ ശരീരത്തിന് അതിന്റെ കാഠിന്യം താങ്ങാൻ കഴിയില്ല. ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്ത എന്ത് കാഠിന്യോ തിരുമേനി ഈ ലോകത്തുള്ളത്? ഈ ഒരു അവസ്ഥയിൽ എത്ര തീവ്രമായ അനുഷ്ഠാനവും ഞാൻ ആചരിക്കും. ഈ പൂജ ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുന്ന ഒന്നല്ല. വലിയ താന്ത്രികന്മാരും സന്യാസിമാരും കടുത്ത വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആചരിക്കുന്ന ഒരു പൂജയാണത്. സാധാരണ അമ്പലങ്ങളിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല. ചിലവും ശാരീരിക പീഡയും കണക്കിലെടുത്ത് അതിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് നിങ്ങൾക്ക് ഉചിതം. തിരുമേനി എന്നെ പിന്തിരിപ്പിക്കരുത്. എന്റെ അവസ്ഥ തിരുമേനിക്ക് അറിയാഞ്ഞിട്ടാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ ഹൃദയവേദന തിരുമേനി മനസ്സിലാക്കണം. ആ പൂജ ചെയ്യാതെ ഞാൻ ഈ ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചു പോവില്ല. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അതിന്മേലുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊള്ളണം. എന്റെ മനസ്സിന്റെ തീയുടെ അത്രയൊന്നും വരില്ല തിരുമേനി, ഏതൊരു അഗ്നിയുടെ കാഠിന്യവും. നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം. ആദ്യം ജലസ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തണം. ശിരസിലൂടെ 7 പ്രാവശ്യം ധാര നടത്തണം. ശരീരം തണുപ്പിക്കാൻ ധാരയ്ക്ക് കഴിയും. അതിനുശേഷം ചില പ്രായച്ചിത്ത പൂജകൾ നടത്തണം. അല്ല, കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് അഗ്നിവലയത്തിലേക്ക് പ്രവേശിക്കാൻ. പൂജ തീരും വരെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനേ കഴിയില്ല. ഒരാളുമായും സംസാരിക്കാനും പാടില്ല. എന്താ, അതിന് തയ്യാറാണോ? ഞാൻ തയ്യാറാണ് തിരുമേനി. എങ്കിൽ നടയിലേക്ക് വന്നോളൂ. ആരതി തൊഴാം. ജലസ്നാനത്തിന് മുമ്പായി വിളക്കൊഴിഞ്ഞ് ദേവിയുടെ അനുഗ്രഹം വാങ്ങണം. അഗ്നിയിൽ ദേവിയായിരിക്കുന്നതാണ് ഇവിടുത്തെ സങ്കല്പം. തൊഴുത് അമ്മയുടെ അനുഗ്രഹവും അനുവാദവും ചോദിക്കൂ. ഇനി ജലധാരയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. അമ്പലത്തിൽ പോകുന്നു പറഞ്ഞ് മുത്തശ്ശിയുടെ കോൾ വന്നപ്പോ എനിക്ക് വലിയ സർപ്രൈസ് ആയി. ഞാൻ മോളോട് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. ഞാനൊന്നും മയങ്ങിയപ്പം
കുടുംബത്തിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാൻ പോകുന്നു അരുണിമ വന്ന് പറഞ്ഞ പോലെ ഒരു സ്വപ്നം. ഓ, മനസ്സിനാകെ ഒരു വെപ്രാളം. എന്നിട്ട് എന്റെ മകളുടെ വിഷമം അമ്മ കാണുന്നില്ലേ എന്ന് ചോദിക്കും പോലൊക്കെ തോന്നി. ആണ് മുത്തശ്ശി. എന്നിട്ട് എന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. കുടുംബത്തിൽ എന്തോ ഒരു വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നൊരു തോന്നല്. ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ഒരു ഉൾഭയം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. മാധുരി ആനന്ദം പുറത്തു പോയിരിക്കുകയായിരുന്നു. എന്റെ പരവേശം കൂടിയപ്പോഴാ ഞാൻ മോളെ വിളിച്ചത്. ഈ അമ്പലത്തില് ദിവ്യശക്തിയുടെ പ്രതിഷ്ഠയാണ്. കാര്യസാധ്യത്തിനും മാനസിക സൗഖ്യത്തിനും പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ഇവിടെയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ മുത്തശ്ശി. ആ, പറഞ്ഞ മോളെ. ഈ അമ്പലത്തിൽ വന്നപ്പോ പെട്ടെന്നൊരു തോന്നല്, അർജുനുമായിട്ടുള്ള എന്റെ വിവാഹത്തിന്റെ തടസ്സങ്ങളൊക്കെ മാറാൻ പോകുന്നു. വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്നു. മോളെ, അർജുനും ഒത്തുള്ള വിവാഹ കാര്യം മോള് മറക്കണം. മുത്തശ്ശി എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടി കുട്ടിക്കാലം മുതൽ അർജുൻ നിന്റേതാണ് എന്ന് പറഞ്ഞ് എന്റെ മനസ്സ് കയറ്റി വെച്ചിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? ഒരിക്കൽ ഞാൻ ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചതാ. മുത്തശ്ശി അന്ന് എനിക്ക് തന്ന വാക്ക് മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ വിവാഹം തന്നെയാ. പക്ഷേ അർജുനും പൂജയും നല്ല അടുപ്പമാ. അവരെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല. അവരെ അകറ്റാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടും. അതൊക്കെ അവരുടെ അഭിനയമാണ്. അവര് തമ്മിൽ ഒരു കരാറിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ. കരാറിന്റെ ഭാഗമായിട്ടുള്ള അഭിനയമാണ് അവർ നടത്തുന്നത്. അതൊന്നും നമുക്കിതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. തെളിയിക്കും മുത്തശ്ശി, സത്യം തെളിഞ്ഞു വരും. മാധുരിക്ക് പൂജയെ വലിയ ഇഷ്ടമായി കഴിഞ്ഞു. അർജുന്റെ ഭാര്യയായി മറ്റൊരാളെ, അതിനി അനുമോളായാലും മാധുരി അംഗീകരിക്കത്തില്ല. അർജുനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ മാധുരി ആന്റിയും പൂജയും തമ്മിൽ അകലണം അല്ലേ? മോളെ, മാധുരിയും പൂജയും അകറ്റുന്ന കാര്യമൊന്നും നീ ചിന്തിക്കണ്ട. അതിന് നടക്കാത്ത കാര്യമാണ്. അവര് തമ്മിൽ നല്ല അടുപ്പമാണ്. അത് ഹൃദയത്തിൽ ചേർന്ന ബന്ധമായിട്ട് വളർന്നു കഴിഞ്ഞു. ആ ബന്ധം അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കില്ലല്ലോ. അതിന് എപ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. പൂജയും മാധുരിയും തമ്മിലുള്ള അടുപ്പം അനുഭവത്തിന്റെയും സ്നേഹത്തിന്റെയും ഉരകല്ലിൽ ഉരച്ചു തെളിഞ്ഞ ബന്ധമാണ്. അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇനി ദൈവം വിചാരിക്കണം. എങ്കിൽ ഞാൻ ദൈവത്തിന് വഴിപാട് നേരാം. അവരുടെ സ്നേഹബന്ധം തകരാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞാ മതി. വാ മുത്തശ്ശി.
ഒരു അഗ്നിവ്യൂഹ പൂജയുണ്ട്. അഗ്നിവ്യൂഹ പൂജയും? ആ, തീവിളക്കുകൾ കൊണ്ട് വലയമുണ്ടാക്കും. അതിന്റെ നടുവിൽ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് തീരും വരെ ഇരിക്കണം. അത് വളരെ ടഫാണല്ലോ. ആ അതെ, സാധാരണ ആർക്കും അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ബോധം നശിച്ചു പോകും. ആ, ഇവിടെ ഇപ്പോ ഒരു സ്ത്രീയാ. സ്ത്രീയോ? ആ, കുടുംബത്തിൽ എന്തോ അനർത്ഥങ്ങൾ, അത് തീർക്കാൻ വേണ്ടിട്ടാ. നമുക്കൊന്ന് കണ്ടാലോ മുത്തശ്ശി? നോക്കിട്ട് വരാം, ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ അഗ്നിവ്യൂഹ പൂജ തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. അത് ആരംഭിച്ച് കണ്ടു തുടങ്ങിയാൽ പിന്നെ പൂർത്തിയാകുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരും. അതാ വിശ്വാസം. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെയാ വിശ്വാസം. ആ, എന്നാ വേണ്ട. എന്തായാലും ആ സ്ത്രീക്ക് അത്രയും വലിയൊരു ദുഃഖം ഉണ്ടായിരിക്കും. അതെ അതെ, അതാണല്ലോ ഇങ്ങനെ വലിയൊരു പൂജ ചെയ്യുന്നത്. തീർച്ചയായും. ആ, വാ മോളെ. ആ, മാധുരിയല്ലേ അത്? വേറെ ആരും കണ്ടില്ലല്ലോ. തിരുമേനി, എനിക്ക് പരിചയമുള്ള സ്ത്രീയാ. അവരുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ? വീട്ടുകാർ ആരെങ്കിലും കൂടി പൂജാ സമയത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അവരൊറ്റയ്ക്ക് തന്നെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റാരും വരാനില്ലെന്ന് പറഞ്ഞു. മാധുരിക്ക് കൂട്ടിന് ആരും വന്നില്ലെന്നോ? അതൊന്നും അറിയണമല്ലോ. സുധാന്റി ആണല്ലോ. ആ, എന്താ സുധാന്റി? അർജുൻ, മോനിത് എവിടെയാ? എന്താ ആന്റി? അതെ, പിന്നെ മോനൊന്ന് പെട്ടെന്ന് അമ്പലത്തിലോട്ട് വാ. ആന്റി, ഞങ്ങള് ഉടനെ എത്താം. എന്താ സാർ, എന്താ കാര്യം? അമ്മ അമ്പലത്തില് അഗ്നിവലയ പൂജ ചെയ്യുന്നു. അഗ്നിവലയ പൂജയോ? അതെന്ത് പൂജയാ സാർ? എനിക്കൊന്നും അറിയില്ല. എന്തോ പ്രശ്നപരിഹാര പൂജയാണെന്നാ പറഞ്ഞത്. അവിടെ ചെന്നാലേ അറിയൂ. എന്നാ വേഗം പോവാ അങ്ങോട്ട്. അമ്മേ, 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 എനിക്ക് അവിടുന്ന് അമ്മേ. അയ്യോ അമ്മേ, അമ്മ വേണ്ട. അമ്മ എനിക്ക് അവിടുന്ന്. അമ്മേ, അഗ്നിയോടൊന്നും വിളവിക്കില്ലേ? പൂജ മുടക്കരുത്. അമ്മേ, എന്താ കാണിക്കുന്നത്? പൂജ മുടക്കുന്ന പാപമാണ്. പിടിക്കണം. അയ്യോ, പൂജ മുടക്കരുത്. പൂജ കംപ്ലീറ്റ് മുടങ്ങിയ ഈശ്വര. ദേവി, അമ്മ എന്തിനാ ഈ കഠിനമായ പരിഹാര പൂജ ചെയ്യുന്നേ? ദേവി, അമ്മയ്ക്ക് ആപത്തൊന്നും വരുത്തല്ലേ.
എന്താ അമ്മയെ കാണിക്കുന്നത്? അമ്മ ആ പോയത് നിങ്ങളുടെ അമ്മയാണോ? അതെ, ഞങ്ങൾ അറിഞ്ഞില്ല തിരുമേനി അമ്മ ഇങ്ങനെ ഒരു പൂജ ചെയ്യുമെന്ന്. അമ്മയ്ക്കിത് താങ്ങാൻ പറ്റില്ല, അതാ പൂജയ്ക്ക് വിഘ്നം വരുത്തിയത്. ഇവിടെ ഇരുന്ന ആളിന്റെ മനസ്സോടെ അല്ലാതെ പൂജ അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും വിഘ്നങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ പശ്ചാത്തപിച്ച് ദേവീ സന്നിധിയിൽ അപേക്ഷിച്ചാൽ പ്രായശ്ചിത്തമാകും. മോനെ, ദേവിയുടെ മുന്നിൽ പോയി മനമുരുകി പ്രാർത്ഥിക്കൂ. ദൈവകോപത്തിന് ശമനമുണ്ടാകും. അമ്മേ, അമ്മ എന്നെ തല്ലാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റമ്മ ചെയ്തേ? നീ ചെയ്തത് തെറ്റല്ല. തെറ്റാണെങ്കിൽ തിരുത്താമായിരുന്നു. നീ ചെയ്തത് പാപമാണെടാ, പാപം. ഒന്നല്ല, 2 പാപമാ നീ ചെയ്തേ. ഒന്ന്, ഒരു പാവം പെണ്ണിനെ താലി കെട്ടി നിന്റെ ഭാര്യയാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിപ്പിച്ച് എല്ലാവരും വിഡ്ഢികളാക്കി. മാസം ചുമന്ന് പ്രസവിച്ച അമ്മയോടും അച്ഛനോടും പോലും പച്ച കള്ളം പറഞ്ഞ് ഇത്രയും കാലം നീ പറ്റിച്ചു. അമ്മ, അർജുൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശബ്ദിക്കരുത് നീ. എന്നെ ഇനി നീ അമ്മയെന്ന് വിളിക്കണ്ട. എന്റെ മോൻ അർജുന് നീ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. നീ എന്നോട് തുറന്നു പറയണം. ദേവിയുടെ നടയിൽ നിന്ന് നീ എന്നോട് പറയണം. നിങ്ങളുടെ കല്യാണം യഥാർത്ഥത്തിലുള്ള കല്യാണമാണോ അതോ 1 വർഷത്തെ കോൺട്രാക്ട് മാരേജ് ആണോ? പറയടാ, നിങ്ങളുടെ കല്യാണം സത്യമുള്ള കല്യാണമാണോ അതോ കോൺട്രാക്ട് മാരേജ് ആണോ? പറയടാ, എന്റെ തലയെ തൊട്ട് പറ. എന്നോട് ഒരുപാട് കള്ളം നീ പറഞ്ഞു. ഈ ദേവി സന്നിധിയിൽ വെച്ച് എന്റെ തലയെ തൊട്ട് നിനക്ക് കള്ളം പറയാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പറയടാ, നിന്റെ അമ്മയുടെ തലയെ തൊട്ട് നീ സത്യം പറ. പറയടാ, പറയാൻ. പറയടാ. അമ്മ എന്നോട് ക്ഷമിക്കണം. മതി, എനിക്കെല്ലാം മനസ്സിലായി. അമ്മ, നീ എന്നോട് മിണ്ടരുത്. മോളേന്ന് ഞാൻ വിളിച്ചത് എന്റെ ഹൃദയം കൊണ്ടാ. പക്ഷെ നീ എന്റെ മനസ്സ് കണ്ടില്ല. നീ അമ്മയെന്ന് വിളിച്ചത് വെറും നാവ് കൊണ്ടാ. അതിൽ നിന്റെ മനസ്സില്ലായിരുന്നു. ഞാൻ ജീവിതാവസാനം വരെ നിന്നെ മകളായി കണ്ടു. പക്ഷെ നിനക്ക് ഞാൻ 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് അമ്മയായിരുന്നു. അമ്മ, അനു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ശാന്തികൃഷ്ണ മാം പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല.
ലോകത്ത് ആരെല്ലാം എന്നോട് കള്ളം പറഞ്ഞാലും എന്റെ മോൻ എന്നോട് കള്ളം പറയുന്നു ഞാൻ വിചാരിച്ചില്ല. ഒരു പെണ്ണിന്റെ ജീവിതവും ഒരമ്മയുടെ മനസ്സും എന്തിനാടാ നീ തകർത്തേ? അന്ന് നിന്റെ കൈയും പിടിച്ച് അർജുൻ വന്നപ്പോ കനകേച്ചിയോട് പറഞ്ഞ് നിന്നെ വിളക്കൊഴിഞ്ഞ് കയറ്റിയത് ഞാനാ. നീ വിളക്കുമായി അകത്ത് വന്നപ്പോ വീടിന്റെ നിലവിളക്കായി എന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ പകുതിയിൽ വെളിച്ചം അണച്ചു പോകാനാണ് നീ മനസ്സിൽ കരുതി വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലമ്മ, എന്നെ മണ്ടിയാക്കിയല്ല പാപിയാക്കുക നിങ്ങൾ ചെയ്ത. അനുവിനോട് ചെയ്തത് മഹാപാപ. അതിന് കാരണം നീയാ. ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള അമ്മ ഞാനാണെന്ന് അഹങ്കരിച്ചട. അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. എന്നെ പോലെ ഒരുപാട് പേരുടെ ദുഃഖം കേട്ട അമ്മയായി ദേവി. പക്ഷെ എന്റെ ദുഃഖം പോലൊരു ദുഃഖം ആരിൽ നിന്നും ഈ അമ്മ കേട്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെ നാടകങ്ങളാ നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺട്രാക്ട് കഴിഞ്ഞു പോകുന്നത് വരെ നീ എന്റെ മുഖത്ത് നോക്കരുത്. എന്നോടൊരു വാക്ക് സംസാരിക്കരുത്. എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അമ്മ, അമ്മ, സാർ, അമ്മ. വിളക്കുമായി അകത്ത് വന്നപ്പോ വീടിന്റെ നിലവിളക്കായി എന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി.